മഷ്റൂം മസാലയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. DR കിച്ചണിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. 1-2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട, 2 ഗ്രാമ്പു, പിന്നെ ഒരു ഏലക്ക, ഇത്രയുമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. മൂത്ത് വന്നതിന് ശേഷം ഇതൊരു മീഡിയം സൈസ് സവാളയാണ്, അതിട്ട് കൊടുത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊരു ചെറിയ കഷ്ണം ഇഞ്ചി, അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 6 അല്ലി, വലിയ അല്ലിയാണ്, 6 അല്ലി വെളുത്തുള്ളി, അതൊന്ന് കട്ട് ചെയ്തിട്ടത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് സവാളയെല്ലാം മൂത്ത് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല, നന്നായി ഒന്ന് വഴന്നു വന്നാൽ മാത്രം മതി. ഇതൊരു 1/2 ടീസ്പൂൺ ഗരം മസാലയാണ്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഞാനിവിടെ ചേർക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. അതുകൊണ്ട് 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടീസ്പൂൺ നല്ല മുളക് പൊടിയും ചേർത്ത് കൊടുത്താൽ മതി. ഇനി പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ പൊടികളുടെ എല്ലാം പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു 3 മീഡിയം സൈസ് തക്കാളിയാണ്. നന്നായി പഴുത്ത തക്കാളി നോക്കി വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ, എങ്കിൽ മാത്രമേ നല്ല കളറും ടേസ്റ്റും നമുക്ക് കിട്ടുകയുള്ളൂ. ഇനി ഈ തക്കാളിയും നന്നായി വെന്ത് ഉടഞ്ഞു വരുന്നത് വരെ നമുക്ക് അത് കുക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്യണം. അതിന് മുന്നേ വേഗം ഒന്ന് കുക്കായി കിട്ടുന്നതിന് വേണ്ടി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഒരു 10-12 കാഷ്യൂനട്ടാണ്, അതുകൂടി ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് തക്കാളി എല്ലാം നന്നായി വെന്തുടഞ്ഞു വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കണ്ട, ഇല്ല എന്നുണ്ടെങ്കിൽ അടിക്ക് പിടിക്കും. തക്കാളി നന്നായി വെന്തുടഞ്ഞു വരുന്നത് വരെ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പം നന്നായി വെന്തുടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം ഞാൻ മിക്സിയിൽ നന്നായി അരച്ചെടുത്ത് കൊണ്ടുവന്നതാണ്. ഇത് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഈ മസാലയ്ക്കെല്ലാം സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണയിൽ നല്ലത് സൺഫ്ലവർ ഓയിലാണ് ഈ നോർത്ത് ഇന്ത്യൻ രീതിയിലുള്ള കറികൾക്ക് നല്ലത്. അതിലേക്ക് ഒരു 250 ഗ്രാം മഷ്റൂമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഈ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വാഷ് ചെയ്തതിന് ശേഷം ആണ് ഞാൻ കട്ട് ചെയ്തത്. ഇനി ഇതൊരു 2 മിനിറ്റ് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം അരച്ച് വെച്ചിരുന്ന ആ മിക്സ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് നമുക്ക് മിക്സ് ചെയ്യാം. മഷ്റൂമിൽ നിന്ന് തന്നെ അല്പം വെള്ളം ഇറങ്ങി വരും. അതുകൂടാണ്ട് ഞാൻ ആ ജാറ് കൂടി ഒന്ന് അല്പം വെള്ളം ഒഴിച്ച് അതുകൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഉപ്പ് നോക്കിയതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ മഷ്റൂമിൽ നിന്ന് തന്നെ അത്യാവശ്യം വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ആ മിക്സിയും ഒന്ന് അല്പം വെള്ളം ഒഴിച്ച് കഴുകി അതും കൂടി ഒഴിച്ചു കൊടുത്തിരുന്നു. എനിക്ക് പാകത്തിനുള്ള ഒരു കൺസിസ്റ്റൻസിക്ക് ഉള്ള ഒരു ഗ്രേവിയാണ് വന്നിരിക്കുന്നത്. ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഗ്രീൻ പീസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഫ്രോസൺ ഗ്രീൻ പീസാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് വെന്ത് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. മഷ്റൂമും ഗ്രീൻ പീസും എല്ലാം വേഗം വെന്ത് കിട്ടുന്ന സാധനങ്ങളാണ്. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നല്ല കുറുകിയ ചാറോട് കൂടിയ മഷ്റൂം മസാലയാണ്. വളരെ ടേസ്റ്റിയുമാണ്. ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും എല്ലാം നല്ലൊരു കോമ്പിനേഷനാണിത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 നുള്ള് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ പുളിയും എല്ലാം ഒന്ന്
മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇതൊരു ടീസ്പൂൺ കസൂരി മേത്തിയാണ്. അതൊന്ന് പൊടിച്ചതിന് ശേഷം അതുകൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് അല്പം മല്ലിയില കൂടി തൂവി കൊടുത്തതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യുക. ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം.